ഇന്ന് ഷിനിക്കാക്ക് വർക്കിന് കുറച്ച് നേരത്തെ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറി ആക്കാമെന്ന് കേട്ടോ പ്ലാന്. അങ്ങനെ അരിപ്പൊടിയിലോട്ട് ചൂടായ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഐനൂസ് ഇന്ന് വെളുപ്പിനെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ലോണം പനിക്കുന്നുണ്ട് രാവിലെ ആയപ്പോൾ. അങ്ങനെ പിന്നെ അവൾക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ഉരുളക്കിഴങ്ങ് കഴുകി ഞാനിതാ കുക്കറിൽ വേവിക്കാണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും കൂടി കാച്ചാൻ നോക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പാത്രത്തിലാണ് ചായ കാച്ചുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചായ തുളുമ്പി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വേഗം തന്നെ ചായയൊക്കെ കാച്ചി നമ്മുടെ പാത്രത്തിലോട്ട് പാർത്തി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ചൂടാറിയപ്പോൾ പിന്നെ അച്ചിലോട്ടാക്കിയിട്ട് പിന്നെ പീച്ചിട്ട് നമ്മുടെ തട്ടിലോട്ടിട്ട് തട്ടിൽ വെച്ചിട്ട് വേവിക്കാണ്ട് പോവാണ് കേട്ടോ. അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തപ്പോഴത്തേക്കും. പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് രാത്രിത്തെയാണ്. അപ്പോൾ അത് കൈയോടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പം പീച്ചിയുടെ അച്ചും പിന്നെ ചായ കാച്ചേൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ തട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിലോട്ട് കൊട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചൂടോടെ തന്നെ. അങ്ങനെ അതെല്ലാം തട്ടിക്കൊട്ടി എടുത്തിട്ട് പിന്നെ നമ്മുടെ കുറച്ചല്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ തൊലിയൊക്കെ ഒലിച്ചിട്ട് ഉടച്ചെടുക്കാനുണ്ട്. മസാലയെല്ലാം ഇട്ടിട്ട് ഉടച്ചെടുക്കാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കാണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ തിളപ്പിച്ചിട്ട് ഒന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വീണ്ടും പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് കറി വെച്ചതും പിന്നെ കുക്കറും ഇടിയപ്പ ചെമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാണ്. പാത്രത്തിൽ സിങ്കിൽ ഇങ്ങനെ പാത്രം നിറഞ്ഞിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. അപ്പോൾ കൈയോടെ അതെല്ലാം കഴുകി വെച്ച് നമ്മുടെ സിങ്ങൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ മേളും കൂടെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൈയോടെ അതാ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റവിന് മേളിൽ ചൂടാറിയതിന് ശേഷം ഞാൻ തുടക്കുന്നത്. അപ്പോൾ അതെല്ലാം തുടച്ച് നമ്മളെ നല്ലോണം വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ അവിടേക്ക് അങ്ങനെ ആകെ പറ്റിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ ഞാൻ നേരെ ഹാളിൽ ചെന്നിട്ട് നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐനൂസും ഷിനിക്കാക്കയും കൂടി രാത്രി TV കാണാനിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധക്കളോ ഇരിക്കട്ടോ. പിന്നെ നമ്മുടെ മേശൊക്കെ തട്ടിക്കൊടഞ്ഞിട്ട് നമ്മുടെ സോഫ ചട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയതാട്ടോ. എന്ത് ഭംഗിയാണ് നമ്മുടെ പ്രഭാതം കാണലല്ലേ, പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്. അധികം അങ്ങോട്ട് പ്രകൃതി ആസ്വദിക്കാൻ നിന്നില്ല കേട്ടോ. വേട്ടം തന്നെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഷിനിക്കാക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മിനിക്കാക്കുള്ള ഫുഡൊക്കെ ഒരു പാത്രത്തിലോട്ട് വിളമ്പി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല ചിത്താങ്കം ഉണ്ട് കേട്ടോ, പനി ആയതുകൊണ്ട് തന്നെ. പിന്നെ അവൾക്ക് വേഗം ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്